ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ബേസിക് സയൻസിലെ സോഴ്സസ് ഓഫ് എനർജി, ഊർജ്ജ സ്രോതസ്സുകൾ എന്ന പാഠഭാഗത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സും അതിലെ വിലയിരുത്താം ലെറ്റ്സ് അസസ് എന്ന പ്രവർത്തനവുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനും അതിലെ ആക്ടിവിറ്റീസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പോയി കാണുക. അപ്പോൾ നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എനർജി? എന്താണ് ഊർജ്ജം എന്ന് പറയുന്നത്? ദ എബിലിറ്റി ടു ഡു വർക്ക് ഈസ് കോൾഡ് എനർജി. വി കനോട്ട് സീ എനർജി വിച്ച് മാനിഫെസ്റ്റ്സ് ത്രൂ ഡിഫറെൻറ്റ് ആക്ഷൻസ്. ഹീറ്റ് ആൻഡ് ലൈറ്റ് ആർ ഫോംസ് ഓഫ് എനർജി ദാറ്റ് വി ക്യാൻ എക്സ്പീരിയൻസ്. അപ്പോൾ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എനർജി, ഊർജ്ജം എന്ന് പറയുന്നത്. ഊർജ്ജത്തെ നമുക്ക് കാണാൻ കഴിയില്ല, വിവിധ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രകടമാവുകയാണ് ചെയ്യുന്നത്. ചൂട്, പ്രകാശം തുടങ്ങിയവ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഊർജ്ജരൂപങ്ങളാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ആർ ഫ്യൂവൽസ്? ഇന്ധനങ്ങൾ എന്നാൽ എന്ത്? ഫ്യൂവൽസ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ജനറേറ്റ് ഹീറ്റ് വെൻ ബേൺഡ്. Many materials such as wood, kerosene, LPG, petrol, diesel and coal are fuels. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. വിറക്, മണ്ണെണ്ണ, LPG, പെട്രോൾ, ഡീസൽ, കൽക്കരി തുടങ്ങി ധാരാളം വസ്തുക്കൾ ഇന്ധനങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ബ്ലോയിങ് എയർ യൂസിങ് എ പൈപ്പ്? വിറകടുപ്പിലേക്ക് കുഴൽ ഉപയോഗിച്ച് ഊതുന്നത് എന്തിനാണ്? എന്തുകൊണ്ടാണ് അങ്ങനെ ഊതുന്നത്? Oxygen is necessary for burning. For giving more oxygen, air is blown through a pipe. എന്താണ്? വിറക് കത്താൻ ഓക്സിജൻ ആവശ്യമാണ്. അടുപ്പിലേക്ക് കുഴൽ ഉപയോഗിച്ച് ഊതിക്കൊടുക്കുമ്പോൾ ഓക്സിജൻ ലഭ്യമാക്കുകയും അടുപ്പ് ശരിയായ രീതിയിൽ കത്തുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അടുപ്പിലേക്ക് നമ്മൾ ഊതിക്കൊടുക്കുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഈസ് എയർ നെസസറി ഫോർ ബേണിംഗ്? റൈറ്റ് ആൻ എക്സ്പെരിമെൻറ്റ് നോട്ട്. കത്താൻ വായു ആവശ്യമുണ്ടോ? അതിന് പറ്റുന്ന ഒരു പരീക്ഷണ കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അപ്പോൾ അതിൽ പറയുന്നുണ്ട്, നമ്മുടെ സയൻസ് ഡയറിയിൽ എഴുതാൻ പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ രീതിയിൽ എഴുതാവുന്നതാണ്. ആദ്യം എയിം കൊടുക്കാം. എയിം എന്താണ്? ടു പ്രൂവ് എയർ ഈസ് നെസസറി ഫോർ ബേണിംഗ്. മെറ്റീരിയൽസ് റിക്വയർഡ്: കാൻഡിൽസ്, ഗ്ലാസ്. പ്രൊസീജിയർ: ടേക്ക് 2 candles of the same size, light both the candle, cover one of them with a glass, observe both the candles. Observation എന്താണ്? The candle flame is put out when it is covered with a glass. Inference: air is necessary for the burning of all substances. When the candle light is covered with the glass, the air present in the completely exhausted. Hence the candle flame is put out. അപ്പോൾ എന്താണ് ഈ പരീക്ഷണത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, എയിം എന്ന് പറയുന്നത് കത്തുന്നതിന് ഓക്സിജൻ ആവശ്യമാണെന്ന് തെളിയിക്കുക എന്നുള്ളതാണ്. ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ: മെഴുകുതിരി, ഗ്ലാസ്. ഇനി ഇതിൻ്റെ നടപടി എന്ന് പറയുന്നത് ഒരേ വലിപ്പമുള്ള 2 മെഴുകുതിരികൾ എടുക്കുക, രണ്ടും കത്തിച്ചു വെക്കുക, ഗ്ലാസ് കൊണ്ട് ഒരു മെഴുകുതിരി മൂടുക, 2 മെഴുകുതിരികൾ നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിരീക്ഷണം എന്താണ്? ഗ്ലാസ് കൊണ്ട് മൂടുമ്പോൾ മെഴുകുതിരിയുടെ ജ്വാല കെടുന്നു എന്ന് നമുക്ക് നിരീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. ഇനി ഇതിൻ്റെ അനുമാനം: എല്ലാ പദാർത്ഥങ്ങളും കത്തുന്നതിന് ഓക്സിജൻ ആവശ്യമാണ്. മെഴുകുതിരി ജ്വാല ഗ്ലാസ് കൊണ്ട് മൂടുമ്പോൾ വായുസഞ്ചാരം തടസ്സപ്പെടുകയും മെഴുകുതിരി കത്താൻ ആവശ്യമായ ഓക്സിജൻ ലഭിക്കാതെ വരികയും ചെയ്യുന്നതുകൊണ്ടാണ് മെഴുകുതിരി അണഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺക്ലൂഷൻ അല്ലെങ്കിൽ ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. 4ാമത്തെ ചോദ്യമാണ്, വാട്ട് ആർ ദ യൂസസ് ഓഫ് ഫ്യൂവൽസ്? ഇന്ധനങ്ങളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? എന്തിനൊക്കെയാണ്? ഫോർ കുക്കിംഗ്, ടു റൺ വെഹിക്കിൾസ്, ടു ഓപ്പറേറ്റ് ഡിഫറെൻറ്റ് മെഷീൻസ്, ഫോർ ഇലക്ട്രിസിറ്റി ജനറേഷൻ, ഇൻ അഗ്രികൾച്ചർ. എന്തിനൊക്കെയാണ്? പാചകത്തിന്, വാഹനങ്ങൾ ഓടിക്കാൻ, വ്യത്യസ്ത യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാൻ, വൈദ്യുതി ഉൽപ്പാദനത്തിനായിട്ട്, കൃഷി ആവശ്യത്തിന്. ഇതിനൊക്കെയാണ് നമ്മൾ നോർമലി ഫ്യൂവൽസ് ഉപയോഗിക്കാറുള്ളത്. 5th ക്വസ്റ്റ്യൻ, ഹൗ പെട്രോൾ ആൻഡ് ഡീസൽ ഈസ് ഒബ്റ്റെയിൻഡ്? പെട്രോൾ, ഡീസൽ തുടങ്ങിയവ ലഭ്യമാകുന്നത് എങ്ങനെയാണ്? ദേ ആർ ഒബ്റ്റെയിൻഡ് ഫ്രം ദ ക്രൂഡ് ഓയിൽ എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ എർത്ത്. Coal, crude oil and natural gas are made from the organic matter trapped underground millions of years ago. Fuels used in daily life such as petrol, diesel, kerosene and LPG used for cooking or refined products obtained from crude oil. എന്താണ്? ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ് ഇവ ഉണ്ടാക്കുന്നത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ജൈവ വസ്തുക്കളിൽ നിന്നാണ് കൽക്കരി, ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം എന്നിവ ഉണ്ടാക്കുന്നത്. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളായ പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ എന്നിവയും പാചകത്തിന് ഉപയോഗിക്കുന്ന LPGയും ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന ചില ഉൽപ്പന്നങ്ങളാണ്.
ഇനി ഏഴാമത്തെ ചോദ്യം, ഹൗ ക്രൂഡ് ഓയിൽ ഈസ് ഫോംഡ്? ക്രൂഡ് ഓയിൽ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? കോൾ, ക്രൂഡ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആർ മെയ്ഡ് ഫ്രം ദ ഓർഗാനിക് മാറ്റർ ഡ്രാപ്ഡ് അണ്ടർഗ്രൗണ്ട് മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ. എന്നാണ് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടുപോയ ജൈവ വസ്തുക്കളിൽ നിന്നാണ് കൽക്കരി, ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം എന്നിവ ഉണ്ടാക്കുന്നത്. എയ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഫോസിൽ ഫ്യൂവൽസ്? ഫോസിൽ ഇന്ധനങ്ങൾ എന്നാൽ എന്ത്? ഫോസിൽ ഫ്യൂവൽസ് ആർ ഫോംഡ് ഫ്രം ദ റിമൈൻസ് ഓഫ് ലിവിംഗ് ഓർഗാനിസംസ് ദാറ്റ് എക്സിസ്റ്റഡ് ഓൺ എർത്ത് മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് രൂപപ്പെടുന്നതാണ് ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്? പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്താണ്? ഫോസിൽ ഫ്യൂവൽസ് ആർ ഫോംഡ് ഫ്രം ദ remains of living organisms that existed on earth millions of years ago. Their stock decreases and eventually runs out by consumption. These are referred to as non-renewable energy sources. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെടുന്നത്. ഇവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കും. ഇവയെ പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നു. അടുത്തത് 10ാമത്തെ ചോദ്യമാണ്, ഹൗ ഈസ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേറ്റഡ്? ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഈസ് ജനറേറ്റഡ് യൂസിംഗ് ദ എനർജി പ്രസന്റ് ഇൻ ദ വാട്ടർ സ്റ്റോർഡ് ഇൻ ഡാംസ്. ദ വാട്ടർ ഈസ് റിലീസ്ഡ് ഡൗൺവേർഡ്സ് ആസ് പെർ ഡിമാൻഡ്സ് ടു ടേൺ ദ ടർബൈൻസ് ആൻഡ് ഡ്രൈവ് ദ ജനറേറ്റർ ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി. അങ്ങനെയാണ് കെട്ടി നിർത്തിയ ജലത്തിന്റെ ഊർജം ഉപയോഗപ്പെടുത്തിയാണ് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനുവേണ്ടി വെള്ളത്തെ അണക്കെട്ടുകളിൽ തടഞ്ഞു നിർത്തുന്നു. ഇത് ആവശ്യാനുസരണം താഴേക്ക് പതിപ്പിച്ച് വലിയ ടർബൈനുകൾ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. 11ാമത്തെ ചോദ്യം നോക്കാം, ഹൗ ക്യാൻ വി ജനറേറ്റ് ഇലക്ട്രിസിറ്റി ഫ്രം വിൻഡ്? കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്? Wind has the ability to move objects. We can generate electricity utilizing this ability of the wind. When the blades of the windmill rotate, they drive a connected turbine and a generator, and electricity is generated. എന്താണ്? കാറ്റിന് വസ്തുക്കളെ ചലിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഈ കഴിവ് ഉപയോഗപ്പെടുത്തി നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ഇതിനുള്ള ഉപകരണമാണ് കാറ്റാടി യന്ത്രം എന്ന് പറയുന്നത്. ഇതിന്റെ പങ്കകൾ കറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെടുത്ത ടർബൈൻ കറങ്ങുന്നു. ഈ ഊർജം ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, വൈ ആർ വിൻഡ് മിൽസ് ഇൻസ്റ്റാൾഡ് ഇൻ പ്ലേസ് ലൈക്ക് രാമക്കൽമേട്, കഞ്ചിക്കോട് ആൻഡ് അട്ടപ്പാടി? കേരളത്തിൽ രാമക്കൽമേട്, കഞ്ചിക്കോട്, അട്ടപ്പാടി എന്നിവിടങ്ങളിൽ എന്തുകൊണ്ടായിരിക്കും കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചത്? എന്തുകൊണ്ടാണ്? ദീസ് ഏരിയാസ് എക്സ്പീരിയൻസ് strong and consistent winds essential for efficient wind energy generation. The hilly terrain and open landscape in this region also contribute to the ideal condition for wind farms. എന്താണ്? ഈ പ്രദേശങ്ങളിൽ ശക്തമായതും സ്ഥിരതയുള്ളതുമായ കാറ്റ് അനുഭവപ്പെടുന്നു. നിലക്കാത്ത ഈ കാറ്റ് ഊർജ്ജ ഉൽപാദനത്തിന് ആവശ്യമാണ്. ഈ പ്രദേശങ്ങളിലെ മലനിരകളും തുറന്ന ഭൂപ്രകൃതിയും കാറ്റാടിപ്പാടങ്ങൾക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രദേശങ്ങളിലൊക്കെ കാറ്റാടി യന്ത്രങ്ങൾ കാണുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ആർ റിന്യൂവബിൾ എനർജി സോഴ്സസ്? പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ എന്നാൽ എന്ത്? എനർജി സോഴ്സസ് ലൈക്ക് സൺലൈറ്റ് ആൻഡ് വിൻഡ് ഡു നോട്ട് ഗെറ്റ് എക്സോസ്റ്റഡ് ഡ്യൂ ടു കൺസപ്ഷൻ. These are known as renewable energy sources. These energy sources do not cause air pollution. സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയ ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്നവയല്ല. ഇവ പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് അറിയപ്പെടുന്നു. ഈ ഊർജ്ജ സ്രോതസ്സുകൾ വായുമലിനീകരണം ഉണ്ടാക്കുന്നില്ല. അടുത്തത്, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് സെറ്റിംഗ് അപ്പ് ബയോഗ്യാസ് പ്ലാന്റ്സ് ഇൻ അവർ സ്കൂൾ ആൻഡ് ഹോം? നമ്മുടെ സ്കൂളിലും വീട്ടിലും ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? വേസ്റ്റ് ഡിസ്പോസൽ, എനർജി പ്രൊഡക്ഷൻ, അവൈലബിലിറ്റി ഓഫ് മാന്യൂർ, പൊല്യൂഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ്. മാലിന്യ നിർമ്മാർജ്ജനം, ഊർജ്ജ ഉൽപാദനം, വളം ലഭ്യത, മലിനീകരണം കുറവ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്? ഫോസിൽ ഇന്ധനങ്ങളുടെ പരിമിതികൾ എന്തൊക്കെയാണ്? ഗെറ്റ് എക്സ്ഹോസ്റ്റഡ് വിത്ത് യൂസ്, ദെൻ കനോട്ട് ബി റീപ്ലൻഷ്ഡ്, എൻവയോൺമെന്റൽ പൊല്യൂഷൻ, ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്നു, പുനഃസ്ഥാപിക്കാൻ കഴിയില്ല, പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിലെ വിലയിരുത്താൻ പ്രവർത്തനമാണ്. നമുക്ക് ഉടൻ തന്നെ നോക്കാം.
വിലയിരുത്താം. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവ അനുയോജ്യമായ രീതിയിൽ തരംതിരിക്കുക. എന്ത് അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചതെന്ന് എഴുതുകയും വേണം. തന്നിട്ടുള്ളത് പെട്രോള്, കൽക്കരി, സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള വൈദ്യുതി, ജലവൈദ്യുതി, ഡീസൽ. ഇതിന് നമുക്ക് എങ്ങനെ തരംതിരിക്കാം? പുനരുപയോഗിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളെന്നും പുനരുപയോഗിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളെന്നും തരംതിരിക്കാം. അപ്പോൾ പുനരുപയോഗിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള വൈദ്യുതി, ജലവൈദ്യുതി. ഇനി പുനരുപയോഗിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ പെട്രോള്, കൽക്കരി, ഡീസൽ. അടുത്ത ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യമാണ്, ക്രൂഡ് ഓയിൽ സംസ്കരിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളെ ചേർത്ത് ആശയപടം പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കുറച്ച് തന്നിട്ടുണ്ട്. ബിറ്റുമിൻ, നാഫ്ത, പാരഫിൻ തന്നിട്ടുണ്ട്. കൂടാതെ എന്തൊക്കെ എഴുതാം? പെട്രോള്, ഡീസൽ, LPG, മണ്ണെണ്ണ, ലൂബ്രിക്കൻ്റ് ഓയിൽ. ഇതും കൂടെ നിങ്ങൾക്ക് അവിടെ എഴുതി ചേർക്കാം. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്, ഇപ്പോഴും ആളുകൾ വിറകടുപ്പ് ഉപയോഗിക്കുന്നുണ്ടല്ലോ. വിറകടുപ്പിൻ്റെ കാര്യക്ഷമത കൂട്ടുന്നതിന് എന്തെല്ലാം ചെയ്യാം? നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ ചെയ്യാം? വായു സഞ്ചാരം സുഗമമാക്കണം, വിറക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണം, എല്ലാ ദിവസവും അടുപ്പ് വൃത്തിയാക്കുക, അനുയോജ്യമായ അളവിലുള്ള പാത്രം ഉപയോഗിക്കുക, മാസത്തിലൊരിക്കൽ പുകക്കുഴൽ വൃത്തിയാക്കുക. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നല്ല സുഗമമായിട്ട് നമുക്ക് വിറകടുപ്പ് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് ഇംഗ്ലീഷ് മീഡിയം നോക്കാം. Let's assess first question. Categorize the following items into appropriate groups. Give the reason for categorization them. താഴെ തന്നിട്ടുള്ളത് പെട്രോള്, കോള്, സോളാർ എനർജി, ഇലക്ട്രിസിറ്റി ഫ്രം വിൻഡ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ, ഡീസൽ. ഇതിനെന്താണ് കാറ്റഗറൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ചെയ്യാം? നമുക്ക് റിന്യൂവബിൾ എനർജി സോഴ്സസ് ഏതൊക്കെയാണ്? സോളാർ എനർജി, ഇലക്ട്രിസിറ്റി ഫ്രം വിൻഡ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ. ഇനി നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സസിൽ നമുക്ക് പെട്രോള്, കോള്, ഡീസൽ ഇതും കൂടെ കൊടുക്കാം. Second question, complete the concept map by adding the products obtained when crude oil is processed. ക്രൂഡ് ഓയിൽ പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ കൺസെപ്റ്റ് മാപ്പ് കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ തന്നിട്ടുള്ളത് ബിറ്റ്മിൻ, നാഫ്ത ആൻഡ് പാരാഫിൻ ആണ് തന്നിട്ടുള്ളത്. ഏതൊക്കെ എഴുതാം നമുക്ക്? പെട്രോള്, ഡീസൽ, LPG, കെറോസിൻ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ. ഇതൊക്കെ നമുക്ക് ഇതിൽ എഴുതി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. പീപ്പിൾ സ്റ്റിൽ യൂസ് ഓപ്പൺ ഹെർട്സ് ഡോണ്ട് ദേ? എന്താണ്? ആളുകൾ ഇപ്പോഴും അടുപ്പൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ? വാട്ട് ക്യാൻ ബി ഡൺ ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് ദിസ്? അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എൻഷുർ എഡ്യൂക്കേറ്റ് എയർ സപ്ലൈ. എന്താണ്? നല്ല രീതിയിൽ എയർ സപ്ലൈ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഫയർവുഡ് ഷുഡ് ബി കട്ട് ഇൻ ടു സ്മോൾ പീസസ്. വിറകൊക്കെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുക. ക്ലീൻ ദ സ്റ്റവ് എവറി ഡേ. എല്ലാ ദിവസവും സ്റ്റവ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ദർ ഷുഡ് ബി എ പ്രൊവിഷൻ ഫോർ സ്മോക്ക് ടു എസ്കേപ്പ്. സ്മോക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ല ഒരു വേ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക. ക്ലീൻ ദ ചിമ്മിനി വൺസ് എ മന്ത്. ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ചിമ്മിനിയൊക്കെ ക്ലീൻ ചെയ്യുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുപ്പിൻ്റെ എഫിഷ്യൻസി ഒക്കെ കൂട്ടാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. അടുത്ത പാഠഭാഗവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.